ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ കാര്യമായിട്ട് ഒരു വീഡിയോസ് ഇട്ടിട്ടില്ല. ഒരു വീഡിയോ എന്തോ ആകെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് സുഖമില്ലായിരുന്നു, പനിയൊക്കെ ആയിട്ട് ആകെ സീനായിട്ട് കിടക്കുകയായിരുന്നു. ഇന്നാണ് ഞാനൊന്ന് തലപൊക്കി എഴുന്നേറ്റ് വന്നത്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അഞ്ജലിയുടെ ഏറ്റവും വലിയ ശത്രു അഡ്വക്കേറ്റ് രാഘവനുണ്ണി അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ അഞ്ജലിയുടെ ഏറ്റവും വലിയ ശത്രു അർജുനാണ് എന്നാണ്. ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം അഞ്ജലിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുക. കാരണം ആ ഒരു രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുവാനായിട്ട് രാഘവന് വളരെ നിസ്സാരമായിട്ട് 2-3 ഡയലോഗുകൾ ഡെലിവർ ചെയ്ത് അയാൾ നിസ്സാരമായിട്ട് ഒരു കാര്യം അഞ്ജലിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അയാളുടെ കഴിവ്, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം അഞ്ജലിയും കൂട്ടി വീടിനുള്ളിലേക്ക് കയറുന്ന ആ സമയത്ത് തന്നെ അയാൾ അർജുനെ കെട്ടിപ്പിടിച്ച് അനുമോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ കാര്യങ്ങൾ ചെയ്തു, നീ അഞ്ജലി ഇവിടെ വരുത്തി, അഞ്ജലിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് പ്രേമിച്ച് അവളെ കറക്കിയെടുത്ത് നീ ഇവിടെ കൊണ്ട് എത്തിച്ചു. അങ്ങനെ പത്മ കേസിൽ നമ്മൾ വിജയിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയെ നല്ല രീതിയിൽ ആ ഒരു അഞ്ജലിയുടെ അർജുനോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അത് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസവും ഇഷ്ടവും എല്ലാം നൈസായിട്ട് അങ്ങോട്ട് മായ്ച്ച് കളയാനായിട്ട്, ഇറേസ് ചെയ്ത് കളയാനായിട്ട് അയാൾക്ക് പറ്റി എന്നുള്ളത് അയാളുടെ ഒരു വിജയമാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്കറിയാം അർജുൻ എന്ത് കാര്യം പറഞ്ഞിട്ടും നമ്മുടെ അഞ്ജലി അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അഞ്ജലി ആണെങ്കിൽ ഈ രാഘവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്തിട്ട് ഇങ്ങനെ നീറി നിൽക്കുകയാണ്. വീടിനുള്ളിൽ കയറിയപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അഞ്ജലി കോടതി വരാന്തയിൽ എത്തില്ല, നിന്റെ സ്ഥാനം ഇവിടെ അടുക്കളയുടെ വരാന്തയിലാണ്, അവിടെയാണ് നിന്റെ സ്ഥാനം. ഇനി കോടതിയിൽ ഒരു കേസ് പോലും വാദിക്കാനായിട്ട് അഞ്ജലി പോകാനായിട്ട് പോകുന്നില്ല. അതായത് വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ അയാളുടെ തനി സ്വഭാവം പുറത്തിറക്കി എന്നുള്ളതാണ്. അങ്ങനെ അഞ്ജലി ഇതൊക്കെ ആലോചിച്ച് വളരെ വിഷമിച്ചിരിക്കുകയാണ്. അർജുന് പല കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും അഞ്ജലി മനസ്സിൽ കയറുന്നില്ല. അഞ്ജലി ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് അർജുൻ തന്നെ ചതിച്ചു എന്ന് തന്നെയാണ്. ഈ ശംഖചക്രത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് അർജുൻ പത്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു വിശ്വാസം പോയൊരു വിശ്വാസം തിരിച്ചു വന്നതാണ്. പക്ഷേ ശംഖചക്രത്തിൽ എത്തിയപ്പോൾ വീണ്ടും ആ ഒരു വിശ്വാസത്തിന് കോട്ടം വന്നൊരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ എപ്പിസോഡിലെ മറ്റൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത്, അഞ്ജലി അർജുന് വിവാഹം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്നറിഞ്ഞിട്ടും കുറിപ്പിനെ നൈസായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് രാഘവന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അയാളുടെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാനായിട്ട് വയ്യ. ഏത് മല പോലെ വരുന്ന ഒരു സംഭവത്തെയും വെറും എലി പോലെ ആക്കാനായിട്ട്, അതിന് വളച്ചൊടിച്ച് കയ്യിലെടുക്കാനായിട്ടുള്ള ഈ രാഘവൻ്റെ ഒരു കഴിവ്, അത് പറയാതെ വയ്യ. അനുപമയുടെ സഹായത്തോട് കൂടിയിട്ടാണ് അയാൾ നൈസായിട്ട് കുറിപ്പിനെ വളച്ചൊടിച്ച് കയ്യിലേക്ക് എടുത്തത്. അയാൾ കുറച്ച് മോഹന വാഗ്ദാനങ്ങൾ, അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അയാൾ പറഞ്ഞത് പത്മ കേസിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, കാരണം അഞ്ജലി ഇവിടെ എത്തി, ഈ ശംഖചക്രത്തിൽ അഞ്ജലി ഉണ്ട്, ഇനി ഒരിക്കലും പത്മ കേസിൽ അഞ്ജലി ഹാജരാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ കുറിപ്പ് പതുക്കെ ഒരു പകുതി അങ്ങ് അടങ്ങും. എന്നിട്ട് പറയും, രാഘവൻ പറയും, എടോ കുറിപ്പേ, അഞ്ജലി ഇനി പത്മ കേസിൽ ഹാജരാവില്ല, അതുകൊണ്ട് താൻ ഇനി കാർത്തിക്കിൻ്റെ കേസിൽ ഭയപ്പെടുകയേ വേണ്ട, നമ്മൾ ജയിച്ചു കഴിഞ്ഞു. പിന്നെ കാർത്തിക് പത്മ കേസിൻ്റെ ആ ഒരു വിധി വരുന്നതിന് തൊട്ട് മുൻപായിട്ട് അവളെ അങ്ങോട്ട് ഞാൻ തീർത്ത് കളയും. പിന്നെ അതിനുശേഷം അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹം അങ്ങ് നടത്താം. എന്താ, തനിക്ക് സന്തോഷമായോ? അങ്ങനെ രാഘവൻ കുറിപ്പിനോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞ് നടക്കാത്ത രാഘവൻ്റെ സ്വപ്നങ്ങളാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു സിറ്റുവേഷനെ നൈസായിട്ട് അയാൾ ആഗ്രഹങ്ങൾ തന്നെയാണ് കേട്ടോ പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. അഞ്ജലിയെ കൊല്ലാൻ വേണ്ടി അയാൾ ശ്രമിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആ ഒരു സമയത്ത് താൻ മനസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ രാഘവൻ കുറിപ്പിനോട് പറയുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ
പൊട്ടിത്തെറിക്കാൻ നിന്ന കുറുപ്പ് ഒന്ന് അടങ്ങുകയാണ്. രാഘവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് കുറുപ്പ് മനസ്സിലാക്കി നൈസായിട്ട് തിരിച്ചു പോവുകയാണ്. ഈ ഒരു സമയത്ത് അർജുനും അഞ്ജലിയും പുറത്ത് മുറ്റത്ത് നിന്ന് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. തർക്കമല്ല, അർജുൻ ഇങ്ങനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അഞ്ജലിയോട്. അഞ്ജലി, ഞാൻ പറഞ്ഞു ഒന്ന് വിശ്വസിക്കുക, ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല, അച്ഛൻ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അർജുൻ കുറേയേറെ പറയുന്നുണ്ട്. അഞ്ജലി പറയുന്നുണ്ട്, അർജുൻ, എനിക്ക് ഇനിയും നിന്നെ വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. നിന്നെ ഞാൻ വിശ്വസിച്ച വീണ്ടും ഇവിടേക്ക് കയറി വന്നത്. ഇനി എന്തൊക്കെ കള്ളങ്ങളാണ് നീ എന്നോട് പറയുന്നത്? എനിക്കിനി നിന്നെ വിശ്വസിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇതിനിടയിൽ കുറുപ്പ് ആ വഴി പോവുകയും രണ്ടുപേർക്കും കുറച്ച് ആശംസകളൊക്കെ നേർന്ന് ഒന്ന് കുത്തിയിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന ഒരു സമയത്ത് അർജുൻ ദേഷ്യത്തോടെ ഇങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. രാഘവന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? മകനെ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തല്ലോ, നീ അഞ്ജലിയെ വളച്ചൊടിച്ച് നീ പ്രേമിച്ച് ഇവിടെ എത്തിച്ചല്ലോ, അങ്ങനെയൊക്കെ എന്തിനാണ് പറഞ്ഞത്? കാരണം അർജുൻ അഞ്ജലിയോട് പറയുന്നുണ്ട്, അഞ്ജലിയും അർജുനും തമ്മിൽ പ്രേമത്തിലാണെന്ന് ഇവിടെ വന്നപ്പോഴാണ്, ഈ ഒരു നിമിഷം മാത്രമാണ് അർജുൻ്റെ അച്ഛൻ അറിഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അഞ്ജലി ആണെങ്കിൽ ഇത് വിശ്വസിക്കാനും തയ്യാറാകുന്നില്ല. അപ്പോൾ ഇത് ചോദിക്കാനായിട്ട് അർജുൻ വീടിനകത്തേക്ക് കയറി പോകുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും പുതിയ വന്ന പ്രൊമോയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. പുതിയ വന്ന പ്രൊമോയിലും നമ്മൾ ഈ ഇന്നത്തെ എപ്പിസോഡ് തീർന്ന ഭാഗത്തിലെ കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് ഉറപ്പാണ്. രാഘവൻ്റെ അടുത്ത് ചെന്ന് അർജുൻ ചോദിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ അറിയത്തില്ലായിരുന്നല്ലോ ഞാനും അഞ്ജലിയും തമ്മിൽ പ്രേമത്തിലാണ് എന്ന്, പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പോൾ രാഘവൻ ആ ഒരു സമയത്ത് രാഘവൻ പറയും, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ, അത് ഞാൻ വെറുതെ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും, എനിക്ക് ആ സംഭവം ഒന്നും അറിയില്ല, നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ അവിടെ വെച്ച് അർജുൻ ചോദിക്കുമ്പോൾ സമ്മതിക്കും കേട്ടോ. ആ ഒരു സമയത്ത് അഞ്ജലി കൂടെയില്ല, അതുകൂടി ആലോചിക്കണം. അങ്ങനെ അഞ്ജലി കൂടെ ഇല്ലാത്ത സമയത്താണ് അയാൾ അർജുൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നത്. അപ്പോൾ അർജുൻ ചോദിക്കുമ്പോൾ ഇയാളിങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കും, അതെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഞാൻ ഒരു ദേഷ്യത്തിൽ ആ ഒരു സമയത്ത് പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ രാഘവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമ്മതിച്ച് കഴിയുമ്പോൾ അപ്പോൾ അഞ്ജലിനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും കേൾപ്പിക്കാനായിട്ട് അഞ്ജലിയെ വിളിക്കാൻ വരുന്ന ഒരു സീനാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. ഈ ഒരു സമയത്തും അഞ്ജലി അപ്പോഴും നമ്മുടെ അർജുനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. കാരണം അഞ്ജലി പറയുന്നുണ്ട്, വീണ്ടും അച്ഛനും മകനും കൂടി എന്തൊക്കെയാണ് ചതികൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നെ വിഡ്ഢിയാക്കാനായിട്ട്. അഞ്ജലിയെ വെറും മണ്ടിയാക്കാനും വെറും പമ്പര വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും മകനും കൂടി വീണ്ടും എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്, എന്തൊക്കെയോ തിരക്കഥകൾ തയ്യാറാക്കിയിരിക്കുകയാണ്. അങ്ങനെ അഞ്ജലി നമ്മുടെ അർജുനോട് പറയുന്ന ഒരു സീനാണ് നമ്മൾ ആദ്യമൊക്കെ കാണുന്നത് കേട്ടോ. അതായത് അഞ്ജലി ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ആ ഒരു വിശ്വാസം വീണ്ടും തിരിച്ചു വരാനായിട്ട് ഇനി എത്ര നാൾ നമ്മുടെ അർജുൻ തപസ്സിരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ ഇന്ന് വന്ന പ്രൊമോയുടെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് കുറച്ച് ഡാർക്ക് സീൻ തന്നെയാണ്. അർജുനോടും അഞ്ജലിയോടും എത്ര വൈരാഗ്യമാണ് ഈ രാഘവൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. കാരണം പറയാണ്, രാഘവൻ അർജുനോട് പറയാണ്, അതായത് ഒരു ചങ്ക് പറിച്ച് കാട്ടിയാലും അത് ചെമ്പരത്തി പൂവാണ് എന്ന് മറ്റൊരാൾ പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ എൻ്റെ പൊന്നുമോനെ അർജുനെ, നീ അതൊന്ന് അനുഭവിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോവും. അതിൻ്റെ വേദന എൻ്റെ പൊന്നുമോനെ എന്തെന്നൊന്ന് അറിയണം മോനെ. കാരണം രാഘവൻ അത്രയേറെ അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹം ആഗ്രഹിച്ചിരുന്നു. അയാളുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് അയാളുടെ ഏറ്റവും വലിയ ശത്രുവിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മകനെന്നോ ആരെന്നോ ഇല്ല അയാൾക്ക് ശത്രു. അപ്പോൾ അർജുനാണേലും അയാൾക്ക് ശത്രു തന്നെയാണ്. അങ്ങനെ ആ ഒരു വൈരാഗ്യത്തിൽ അയാൾ പറയുകയാണ്, അതായത് ചങ്ക് പറിച്ചു കാട്ടിയാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു വേദനയുണ്ടല്ലോ, അത് നീ പൊന്നുമോനെ അർജുനെ നീ അറിയും. അങ്ങനെ പറയുന്നൊരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ പ്രൊമോ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ അത്ര സെറ്റൊന്നും ആയിട്ടില്ല, ഒരു റിപ്പീറ്റഡ് ആയിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് വീഡിയോസൊക്കെ ചെയ്യാത്തതുകൊണ്ട് ഒരു ഫ്ലോ കിട്ടുന്നില്ല. എന്താണെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.